ഒരു സങ്കടകരമായ വാർത്തയാണ് തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ നിന്ന് വരുന്നത്. വീണ്ടും കുട്ടിയെ പുലി കടിച്ചു കൊന്നു എന്ന വാർത്തയാണ് വരുന്നത്. അസം സ്വദേശികളുടെ 8 വയസ്സുള്ള കുട്ടിയാണ് പുലി കടിച്ചു കൊന്നത്. നൂറിൻ ഇസ്ലാമാണ് മരിച്ചത്. വേവർലി എസ്റ്റേറ്റിലാണ് ഈ ആക്രമണം ഉണ്ടായത്. സൂരജ് സജി വീണ്ടും ചേരുന്നു വിശദാംശങ്ങളുമായി. സൂരജ്, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? എസ്കെൻ, ഒരു മാസത്തിലധികം മാത്രമാണാകുന്ന ഒരു 6 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ ഈ പുലി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടെ നിന്ന് കടിച്ചുകൊണ്ട് പോവുകയും പിന്നീട് ഒരു ദിവസത്തിന് ശേഷം ഈ കുട്ടിയുടെ മൃതദേഹമടക്കം കണ്ടെത്തിയ സംഭവം അന്ന് വലിയ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്തയൊക്കെ നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു മുൻകരുതൽ നടപടിയൊക്കെ സ്വീകരിച്ചുവെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ച വാൽപ്പാറയിൽ നിന്നാണ് ഇപ്പോൾ 8 വയസ്സുകാരനെ പുലി പിടിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6:45 ഈ വേവർലി എസ്റ്റേറ്റിലെ ലയത്തിൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ട് പോയതെന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പിന്നീട് ഈ കുട്ടിയെ കാണാതിരുന്നതിനെ തുടർന്ന്, അതായത് ആരും തന്നെ ഈ കുട്ടിയെ പുലി പിടിച്ചത് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ കുട്ടിയെ നേരം ഇരട്ടി തുടങ്ങിയതിനു ശേഷവും കാണാതായതോടുകൂടി രക്ഷിതാക്കളും സമീപത്തെ നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ എസ്റ്റേറ്റിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. അങ്ങനെ ഈ എസ്റ്റേറ്റിൽ നടത്തിയ തിരച്ചിലാണ് ഈ തേയിലക്കിടയിൽ നിന്ന് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ മുഖം തന്നെ പുലി കടിച്ചെടുത്ത നിലയിലാണ്, മുഖത്തിന്റെ ഒരു ഭാഗം തന്നെ പുലി ഭക്ഷിച്ച നിലയിലാണ്. മൃതദേഹം ഇപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് പുറത്ത് ഇവരുടെ ലയത്തിന് സമീപം എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മൃതദേഹം ഈ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കും. ഇന്ന് മൃതദേഹം അവിടെ സൂക്ഷിച്ചതിന് ശേഷം നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഈ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ആസാം സ്വദേശികളുടെ കുട്ടിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നൂറിൻ ഇസ്ലാം എന്ന 8 വയസ്സുകാരനാണ്. ഇവരെല്ലാവരും തന്നെ ഈ തേയിലത്തോട്ടം മേഖലയിൽ തൊഴിലെടുക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ്. പക്ഷേ ഇവരുടെ ഈ ലയത്തിന് ചുറ്റും ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഇല്ല. അന്ന് നമ്മൾ ഈ 6 വയസ്സുകാരി കൊല്ലപ്പെട്ട സമയത്ത് അവിടെ എത്തി നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എത്രമാത്രം ഭീകരമായ അന്തരീക്ഷത്തിലാണ്, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലാണ് ഇവർ കഴിയുന്നതെന്ന് നമ്മൾ അതിന്റെ നേർചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതാണ്. അന്നൊക്കെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ ആ കുട്ടിയെ കടിച്ചു കൊന്ന പുലിയെ കൂടുവച്ച് അന്ന് വനംവകുപ്പ് പിടികൂടിയിരുന്നു. അത് ഈ പുലി പിന്നീട് ഈ കുട്ടി താമസിച്ചിരുന്ന ലയത്തിന് സമീപത്തേക്ക് ഇരപിടിക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്താണ് അന്ന് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ആ പുലി അടക്കം കുടുങ്ങിയത്. ഇന്ന് വീണ്ടും മറ്റൊരു ലയത്തിൽ ഈ കുട്ടികളെ തേടി വീണ്ടും പുലി എത്തുന്നു. അത് വലിയ ആശങ്ക തന്നെയാണ് ഈ മേഖലയിലുള്ള.